തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടക്കുന്ന BJP മാർച്ച് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അത് ഒരു സംഘർഷത്തിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസ് പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ തള്ളി അകത്ത് കടക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ BJP പ്രവർത്തകർ തടിച്ചുകൂടി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, ഈ നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടന്നിരുന്നു. അതിൻ്റെ ഒരു പ്രതികരണം എന്ന നിലയിലാണോ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇപ്പോൾ നടക്കുന്ന BJP മാർച്ച്? എന്താണ് അതിന്റെ വിശദാംശം? ഗോപികൃഷ്ണൻ, നേരത്തെ CPM കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിൽ ഒരു പ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ ഓഫീസിന്റെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബോർഡിൽ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. ഒരു CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് 50 മീറ്റർ അകലെ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവിടെ CPMഉം മറുവശത്ത് സംഘടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രത്യേകിച്ച് DYFI പ്രവർത്തകരെല്ലാവരും തന്നെ അവിടെയുണ്ട്. DYFI പ്രവർത്തകരും ഒരു വശത്ത് സംഘടിച്ചു നിൽക്കുന്നു. ഇവിടെ പോലീസിന്റെ ബാരിക്കേഡ് മറികടക്കാൻ ഒരു ശ്രമം, അതായത് പോലീസ് ഷീൽഡ് വെച്ചാണ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത്. അത് മറികടന്ന് മുന്നേറാൻ BJP പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. പോലീസുമായി നിരന്തരം ഉന്തും തള്ളും. അതായത് ഈ സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ കരിയോയിൽ ആക്രമണം ഉണ്ടായതിനു ശേഷം, അതായത് ഈ ബോർഡിന് നേരെ കരിയോയിൽ ഒഴിച്ചതിന് പിന്നാലെ പെട്ടെന്ന് പ്രഖ്യാപിച്ച സമരമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ വേണ്ട സുരക്ഷ ഒരുക്കാൻ പോലുമുള്ള സാവകാശം കിട്ടിയില്ല. അതിനിടയിലാണ് BJP പ്രവർത്തകർ സംഘടിച്ച ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തുന്നത്. ഇപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്, പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഉന്തും തള്ളും ഒരു ഷീൽഡ് ഉപയോഗിച്ച ഒരു പ്രവർത്തകനെ പോലീസ് ഷീൽഡ് ഉപയോഗിച്ച ഒരു പ്രവർത്തകനെ നേരിടാൻ ശ്രമിച്ചത് പ്രകോപനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഒരു വശത്ത് DYFI പ്രവർത്തകർ സംഘടിച്ച് CPM പ്രവർത്തകർ സംഘടിച്ച് ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും എല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോൾ പോലീസിനെ മറികടന്ന് മുന്നേറാനുള്ള ഒരു ശ്രമം അത് പ്രവർത്തകർ നടത്തുന്നുണ്ട്. പോലീസിന്റെ അംഗസംഖ്യ വളരെ കുറവാണ്. പോലീസിന്റെ അംഗസംഖ്യ ലാത്തി ചാർജിലേക്ക് പോയിരിക്കുന്നു. BJP ജില്ലാധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന് തലക്കടിച്ചിരിക്കുന്നു. ജില്ലാധ്യക്ഷനെ മാറ്റിക്കൊണ്ട് തലക്കടിയേറ്റിരിക്കുന്നത്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. പോലീസ് ജില്ലാധ്യക്ഷന് നേരെ തന്നെ ലാത്തി പ്രയോഗിച്ചിരിക്കുന്നു. ജില്ലാധ്യക്ഷന്റെ തലക്കാണ് ജസ്റ്റിൻ ജേക്കബ്, തൃശൂർ സിറ്റി ജില്ലാധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കുൾപ്പെടെ അടിയേറ്റിരിക്കുന്നു. വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോലീസ് ലാത്തി ചാർജിലേക്ക് അടക്കം കടന്നിരിക്കുന്നു. മറുവശത്ത് CPM പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്നതാണ് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി തുടരുന്നത്. കാരണം 50 മീറ്റർ ദൂരത്തിൽ മാത്രമാണ് CPM സംഘടിച്ചു നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോയ സമയത്ത് സംസ്ഥാന നേതൃത്വം അടക്കം ഒരു അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ജില്ലാ നേതൃത്വമാകട്ടെ പറഞ്ഞത് ഇത് വൈകാരികമായ ഒരു വിഷയമാണ്. സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് തങ്ങൾ ഇതിനെ കാണുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ ജില്ലാ അധ്യക്ഷന് തന്നെ പോലീസിന്റെ ലാത്തി ചാർജിൽ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഈ പ്രവർത്തകർ മുന്നേറാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. വീണ്ടും നടത്തുന്നു. വാഹനം എത്തിച്ച് ജില്ലാധ്യക്ഷനെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ജില്ലാധ്യക്ഷന് പരിക്കേറ്റിട്ടുണ്ട്, ജസ്റ്റിൻ ജേക്കബിന് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ പിന്തിരിയുന്നില്ല. പോലീസുമായി ഒരു സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. ഇപ്പോൾ പരിക്കേറ്റ ആളുകളെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇപ്പോൾ ഈ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്കുള്ള റോഡാണ്. ആ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷെ പോലീസിനെ സംബന്ധിച്ച ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക്, അതായത് ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പോലീസിനെ ആശങ്കപ്പെടുത്തുന്നത്. കാരണം മറുവശത്ത് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസാണ്. പ്രത്യേകിച്ച് DYFIയുടെ ഒരു പ്രതിഷേധം ഇന്ന് നഗരത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം DYFI പ്രവർത്തകർ നിലവിൽ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇരു വിഭാഗവും മുഖാമുഖം എത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നടുവിൽ, അതായത് CPM പ്രവർത്തകർക്കും BJP പ്രവർത്തകർക്കും നടുവിൽ പോലീസ് നിലയുറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത്. ജില്ലാ അധ്യക്ഷന് ലാത്തി ഉപയോഗിച്ച് അടിയേറ്റതോടുകൂടി പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പക്ഷെ ഈ പ്രതിഷേധക്കാർ പിന്തിരിയാൻ തയ്യാറാകും
മനസ്സിലാകുന്നില്ല. ഇപ്പോൾ CPM-ന്റെ ഓഫീസിലേക്കുള്ള പ്രധാന പാതയാണ് ഇപ്പോൾ ഇവർ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. MG റോഡിനോട് ചേർന്നുള്ള പ്രധാന പാതയാണ്. എന്തായാലും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. പോലീസിന് ലാത്തി തന്നെ പ്രയോഗിക്കേണ്ടി വരുന്നു. അതായത് പോലീസ് ബന്ദോബസ്ത് ഉണ്ടായിരുന്നു. ആ ബന്ദോബസ്ത് മറികടന്ന് മുന്നേറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് ലാത്തി പ്രയോഗിച്ചത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മറുതലക്കലിൽ CPM-ന്റെയും DYFI-യുടെയും എല്ലാം പ്രവർത്തകർ ഈ ഗേറ്റിന് മുന്നിൽ തന്നെ, അതായത് ശരി സൂരജ്, CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നു. പോലീസ് അതിനിടയിൽ ലാത്തി പ്രയോഗം നടത്തി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP-യുടെ മാർച്ച് തടയുന്നതിനിടെയാണ് പോലീസിന്റെ ലാത്തി പ്രയോഗം ഉണ്ടായത്. തൃശൂർ സിറ്റി BJP-യുടെ തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന് തലയിൽ പോലീസിന്റെ ലാത്തിയടി കൊണ്ടിട്ടുണ്ട്. അവർ ഏതാണ്ട് 50 മീറ്റർ അകലെ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്രതിഷേധം തുടരുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി സുരേഷ് സജിയാണ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെച്ചത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന അണ്വായുധ ഭീഷണി അതിനെ എങ്ങനെയാണ് ഇന്ത്യ നേരിടേണ്ടത് എന്നത് സംബന്ധിച്ച് ശ്രീ വേണു രാജാമണി നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ചർച്ച തുടരും. ഈ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുമ്പോൾ വളരെ പെട്ടെന്ന്.